ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് അർപ്പിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങളോടുകൂടെ ഈ പറയുന്ന നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം. കൃതജ്ഞതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ഫിയ, റോബിൻ, ഏലിയാമ്മ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കാൻ തിരിച്ച് അബ്രഹാം ചാക്കോ, MC ജോസഫ്, സകല മരിച്ചവർക്ക് വേണ്ടി CT സെബാസ്റ്റ്യൻ പ്രത്യേക നിയോഗങ്ങൾ നീറ്റ് എക്സാം പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസിന് രോഗസൗഖ്യത്തിന് വേണ്ടി, ജോമോൾ വിസ തടസ്സം മാറുവാൻ വേണ്ടി
ഞായറാഴ്ചയിൽ പേപ്പൽ കോൺക്ലേവിന് വേണ്ടി ഒരുങ്ങുകയാണ്. 7-ാം തീയതി എല്ലാ കർദിനാൾമാരും ഒന്നിച്ചു കൂടി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങുന്നു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഈ നിയോഗത്തോടുകൂടി ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭാപിതാക്കന്മാരെ പരിശുദ്ധാത്മാവിന്റെ രൂപേണ നിറയ്ക്കണമെന്ന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പരിഹാരബലി യോഗ്യതയോടെ അർപ്പിക്കുവാനും അങ്ങയോട് തിരുക്കുമാരന്റെ ഉത്ഥാനം നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥനായ നീക്കും വാഴുന്നതിനോ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ, സത്യം തന്നെ നിസ്സാരതരം തിന്മകൾ പോലും ചെയ്യാത്തവൻ അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിയും വാങ്ങാത്തവൻ വാഴുന്നതിനോ പാവനമാകും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും ശ്രേഷ്ഠാവാകുന്നു, സകലത്തിന്റെയും നാഥായ ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം വിശുദ്ധരിൽ പരിശുദ്ധനും സത്യർക്കനും ബലവാനും ഭക്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തോടെ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം ഇത് കേട്ടപ്പോൾ അവർ ശുദ്ധരാവുകയും അപസ്തലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ നിയമോപദേഷ്ടവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന പരിസയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്തു ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. കുറെ നാളുകൾക്ക് മുമ്പ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെബുദാസ് രംഗപ്രവേശനം ചെയ്തു. ഏകദേശം 400 പേർ അവന്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവന്റെ അനുയായികൾ ചിതറുകയും നാം അവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനാശ്വരന്മാരുടെ കാലത്ത് ഗലീലിയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവനും നശിച്ചുപോയി, അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രകരിച്ചതിനു ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി.
എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ച് ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ സുവിശേഷം അധ്യായം 14 വാക്യങ്ങൾ 1 മുതൽ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എന്റെ പിതാവ് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുകയായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്യുകയും. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, കാലത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുകയും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയത് അവൻ ചെയ്യും. നിങ്ങളുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവും പുത്രനും മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. മാർട്ടിൻ ലൂഥറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും.
ലൂതർ കിങ്. നമുക്ക് ആവശ്യമുള്ള മാർട്ടിൻ ലൂതർ സഭയുടെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അല്ലെങ്കിൽ ആ ഒരു കാരണം പ്രൊട്ടസ്റ്റന്റ് സഭ രൂപപ്പെടാൻ ഉണ്ടായ ഒരു വ്യക്തി മാർട്ടിൻ ലൂതറാണ്. അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിച്ചിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറയുന്നതാണ്, കർത്താവ് പറഞ്ഞ വാക്കുകളിൽ അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ വെച്ച് ഏറ്റവും ആശ്വാസദായകമായ വചനം പ്രസംഗം 14-ാം അധ്യായമാണ് എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏത് നിധി കൊണ്ട് വാങ്ങാവുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിലപിടിപ്പുള്ള സ്വർണ്ണം കൊണ്ടോ അല്ലെങ്കിൽ രത്നം കൊണ്ട് വാങ്ങിയാൽ പോലും അത് മതിവരാത്ത രീതിയിലുള്ള വലിയൊരു ആശ്വാസത്തിന്റെ വചനമാണ് 14-ാം അധ്യായം എന്ന് മാർട്ടിൻ ലൂതർ പറയുന്നുണ്ട്. മാർട്ടിൻ ലൂതർ സഭയുടെ സ്ഥാപനം മാത്രം അതിനേക്കാളുപരി ബൈബിൾ വായിച്ച് പഠിച്ച് ബൈബിൾ അത്രയും സ്വീകരിച്ച ഒരു ബൈബിൾ പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ വായിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നതാണ്, ലോകത്തിനേക്കാൾ വലിയ ആശ്വാസദായകമായ വചനം കേൾക്കാനില്ല, ഒരു പ്രസംഗം കേൾക്കാനില്ല. എന്തുകൊണ്ടായിരിക്കും ഈ വചനം തുറന്നത്? 14-ാം അധ്യായം തുറന്നത് തന്നെയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കണം. ഞാൻ പലപ്പോഴും കുർബാന അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഞാൻ നമ്മുടെ ആളുകളുടെ മുഖത്തേക്ക് നോക്കാറുണ്ട്. സാധാരണ ദ്വീപലി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കരിസ്ഥിതി പഠിച്ചുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു ബലിയാർപ്പണം, ആനന്ദത്തിൻ്റെ ഒരു ബലിയാർപ്പണം. പക്ഷെ ഞാൻ ഇന്ന് വരെ കുർബാന അർപ്പിക്കുമ്പോൾ തുടക്കം തൊട്ടിട്ട് ആളുകൾ പറഞ്ഞു അത്ര സന്തോഷമായിട്ട് ഞാൻ കാണാറില്ല. അതൊരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു ശാന്തത പോലും നമ്മുടെ ആരുടെ മുഖത്ത് ഉണ്ടാവാറില്ല. കുർബാന തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇന്നും നോക്കുമ്പോൾ എല്ലാവരും വളരെ വ്യാകുലമാതാവിനേക്കാൾ വ്യാകുലമേറുന്ന മുഖഭാവത്തോടെയാണ്. കാരണം എന്തായിരിക്കും? നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴല്ല, കുർബാനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, നമ്മൾ വഴികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ വെറുതെ ചുമ്മാ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ഭാരമാണ് അല്ലേ? ആരും ഒരു പ്രസന്നപത്രതയോടുകൂടി അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടുകൂടി നടക്കുന്നത് കാണാൻ വലിയൊരു അസ്വസ്ഥത, ടെൻഷൻ ഉള്ളിൽ കയറിയിട്ടാണ് എല്ലാം. പ്രത്യേകിച്ച് വെളിക്ക് വരുമ്പോൾ ഞാനതൊരു കുറവായിട്ട് പറയുന്ന കാര്യമില്ല, പക്ഷെ വെളിക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ എന്താണ് തീരാത്ത വേദനകളും അസ്വസ്ഥതകളും നൊമ്പരങ്ങളും എല്ലാം ഉണ്ട്. കർത്താവിനെ കണ്ട് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ അസ്വസ്ഥതയും വേദനയുമാണ് നമ്മളെ കൂടുതൽ ഭാരം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് അതൊരു സ്ഥായിയായ ഭാവമായി മാറും. ഞാൻ കൂടുതൽ എന്നെ വീണ്ടും ചിന്തിപ്പിക്കുന്നതാണ്, കുർബാന സ്വീകരണത്തിൽ വരുമ്പോൾ എല്ലാവരും വീണ്ടും ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യാകുലമാണ്. യേശുവിനെ കയ്യിലെത്തുന്നു, അതിന് അത്രയും വലിയൊരു സന്തോഷമുള്ള ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനാണെങ്കിൽ ഈ ദിവസത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം യേശുവിനെ കൈകൊണ്ട് സ്വീകരിക്കുന്നു, അത് എടുത്ത് നാളുകയുള്ളൂ. അത് സ്വീകരിക്കാൻ വരുമ്പോൾ വരില്ല. ഇങ്ങനെയാണ് അല്ലേ? കാരണം വലിയൊരു ഹൃദയം മുഴുവൻ അസ്വസ്ഥമാണ്, ടെൻഷനാണ്. ആ ടെൻഷനുള്ള മറുമരുന്നാണ് ഇന്നത്തെ വചനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഉയർപ്പ് കാലത്ത് നമ്മൾ കേൾക്കുന്ന എല്ലാ വചനങ്ങളും, അതായത് ആദ്യമേ തന്നെ പേടിച്ചിട്ടുണ്ട് അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. എന്താ പറയുന്നത്? സമാധാനത്തിന് മുമ്പ് ഒരു വാക്യം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. ഇവിടെ വീണ്ടും പിന്നെ മറ്റെല്ലാം പ്രത്യക്ഷപ്പെടുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും പറയുന്ന ആദ്യം ഭയപ്പെടേണ്ട. ഇന്നും വചനം ഉയർപ്പ് കാലത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണ്? അടുത്ത വചനം പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിൽ വിശ്വസിക്കും.
നിന്റെ വിശ്വാസത്തിന്റെ അളവ് പോലെ എത്രമാത്രമുണ്ട് അതിനനുസരിച്ചിരിക്കും നിന്റെ ജീവിതത്തിലെ സന്തോഷം. ഈ അസ്വസ്ഥതയും ടെൻഷനൊക്കെ മാറിയിട്ട് വളരെ സിമ്പിൾ. നിന്റെ വിശ്വാസത്തിന്റെ അളവ് പോലെ എത്രമാത്രമുണ്ട്. അത് ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് ഭയപ്പാടുണ്ടാവും, നമുക്ക് ഭയങ്കര ഭയം ഉണ്ടാവുമല്ലോ, പേടിയുണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും, ആരോട് മനുഷ്യരോട് പോലും നമുക്ക് പെരുമാറാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ യേശു നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കും. എന്നെ വിശ്വസിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാന വാചകം നമ്മൾ വായിച്ച ഒന്നാം വാചകമാണ്. 14ാമത്തെ വാചകം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്വസ്ഥരാകുന്ന ടെൻഷനിലേക്ക് വിശുദ്ധ ബലിക്ക് വരുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കണം? ദൈവത്തെ വിശ്വസിക്കണം. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ വരുമ്പോൾ വ്യാകുലവും അസ്വസ്ഥയായിട്ട് വരുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ കുപ്പാనికి യോഗം വായിച്ചതുപോലെ തന്നെ നമ്മളും അച്ഛൻ വായിച്ചതിനേക്കാളപ്പുറത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ യോഗം പറയാനുണ്ടാവും. നീറ്റ് പരീക്ഷ, എൻട്രൻസ് പരീക്ഷ, കടബാധ്യത, ലോണ്, ലാംഗ്വേജ് ടെക്സ്റ്റ്, പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇതാണ് പറയുന്നത്. കർത്താവ് ആദ്യം ചോദിക്കുന്നതാണ്: നിങ്ങൾ എന്നെ വിശ്വസിക്കുക, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എന്റെ പിതാവ് വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരുമെന്ന്. അത് കഴിഞ്ഞിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ അളവ് പോലെ പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു: ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇനി നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല യേശുവിന്റെ വഴി സഞ്ചരിക്കുക. പക്ഷെ നമുക്ക് പലപ്പോഴും ഇഷ്ടം ഞാനായിട്ട് വെട്ടിത്തെളിച്ച വഴിയിലൂടെ നടക്കാനാണ്. കർത്താവ് പറയുന്നത് ഞാൻ കാണിച്ചിട്ടുള്ള വഴിയിലൂടെ നടക്കുക. നമുക്ക് പലപ്പോഴും ഇഷ്ടം എനിക്കിഷ്ടമുള്ള സത്യങ്ങൾ സ്വീകരിക്കാനാണ്, എനിക്ക് ആഗ്രഹമുള്ള സത്യങ്ങൾ അംഗീകരിക്കാൻ, എനിക്ക് ആഗ്രഹമുള്ള സത്യങ്ങളെ മാത്രം എടുത്ത് സംസാരിക്കാനാണ്. കർത്താവ് പറയുന്നത് നിങ്ങൾ ഞാൻ ആകുന്ന സത്യത്തെ മനസ്സിലാക്കും. നമ്മളിപ്പോൾ നമ്മുടെ ജീവനെ കുറിച്ച്, നമ്മൾ ജീവനെ പരിപാലിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ കർത്താവ് പറയുന്നു ഞാനാണ് ജീവൻ, നിത്യജീവന് അല്ലെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ പറയുന്നതാണ് നിത്യജീവന്, ആത്മീയ നിത്യജീവന് കാരണമാകട്ടെ എന്ന് പറഞ്ഞാണ് വിശുദ്ധ എല്ലാവർക്കും പങ്കെടുത്തത്. പക്ഷെ ഈ ജീവനൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം നമ്മൾ അനുഭവിക്കുന്നത്. ആയതിനാൽ പ്രവാചകൻ നമ്മളോട് പറയുന്നത് പോലെ അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുകയും ദൈവമായ കർത്താവ് ശാശ്വതമായ അപേക്ഷ. ഈ വചനമൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ സങ്കടപ്പെട്ട് ഇരിക്കുന്നത്. അതിനാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഒറ്റ വാചകം മാത്രം, ആദ്യ വാചകം മാത്രം നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കും. നിങ്ങൾ എന്ത് ഹൃദയവേദനയോ അസ്വസ്ഥതയോ അനുഭവിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചോ, മക്കളെ കുറിച്ചോ, ജോലിയെ കുറിച്ചോ, ഹൃദയത്തിൽ ഒരു കല്ല് വെച്ച് വേദനയെങ്കിൽ പോലും ആ വേദനയൊക്കെ മാറ്റിത്തരാൻ കർത്താവിന് സാധിക്കും. കർത്താവ് വീണ്ടും നമ്മളോട് ഭാരം വഹിക്കുന്നതിലും വേദനയിക്കുന്നതിലും എൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിൽ വിശ്വസിക്കുന്നതിന് ഒരിക്കലും ഒന്നും നഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിതനായ കർത്താവ് നിങ്ങളോട് പറയുന്നു എന്നെ വിശ്വസിക്കും. എന്നെ വിശ്വസിക്കുന്നതിന് കൂടെ നമുക്കൊരു പ്രാർത്ഥന കൂടി ചേർത്ത് വയ്ക്കാം. കർത്താവെ, എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് പോലെ വർദ്ധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും അനുതാപത്തോടും ഭക്തിയോടും കർത്താവെ അപേക്ഷിക്കാം. പരിഹാസ
ഭാഗമായി തിരിച്ചും യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ ശാന്തി സമാധാനം യോഗ്യതയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിന്റെ ഉത്താനത്തിന്റെ മഹത്വത്തിന് യോഗ്യരാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യരും മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ഭക്തിയോടും സത്യയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ഈ
കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനെ പഠിപ്പിച്ചത്
ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ചെയ്തത് നിങ്ങളുടെ നാട്ടിൽ വെച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നിങ്ങളെ വന്ദിപ്പാൻ കഴിയാത്തതും അത്രയും ലളിതമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജനങ്ങളെ പ്രമുഖരാക്കുവാൻ നിങ്ങൾ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് ബന്ധിച്ചുപോയവരെ സംരക്ഷിക്കുകയും പ്രതിരാളികളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടാക്ഷം സ്വീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ എന്റെ സ്വന്തമായ നിലത്താൽ മഹത്വപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേധരാക്ഷേഷന്മാർ ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ബാപ്റ്റിസ്റ്റ് പാത്രിയാർക്കീസ് എല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും സംസ്ഥാനമാർ സമർപ്പിതമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. രോഗികൾ മാമലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ പോയി അങ്ങയുടെ കാര്യത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ശരീരങ്ങളെ അർപ്പിക്കുന്നു. ജീവിതകാലം ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമായി പിതാവായി ദൈവമെന്നും അനുഗ്രഹിക്കുന്നതായി ശുശ്രൂഷകനായ ഉപവാസികളെല്ലാവരും വരട്ടെ. ഞങ്ങളുടെ താവുന്നതുമായ ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാകുന്ന സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും വേണ്ടിയുള്ള ധൈര്യവും ശക്തിയും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. എല്ലാ മനുഷ്യരും പറയട്ടെ: കർത്താവേ, ഞങ്ങളുടെ ലക്ഷ്യമായ ശുശ്രൂഷകനായുടെ പിതാവിന്റെ മരണത്തിന്റെ സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി
വിശുദ്ധരായ പൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോട് ആശ്രയിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതിനുകളെ ഞങ്ങളുടെ കുട്ടിക്കും പാപങ്ങളും മോചനത്തിനും മരിച്ചവരെയുള്ള വലിയ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തിയവരോട് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി സ്നേഹവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് പേരുകൾ നിരന്തരം കേട്ടിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേയ്ക്കായി കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യവും പരിശുദ്ധവും ജീവനായും ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശ്വരനായ നിന്റെ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായ സ്വർഗ്ഗത്തിൽ നൽകിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും ഇപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ മൂലമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാശകളോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധത്തിൽ തിരിഞ്ഞും പാപങ്ങളെ പശ്ചാത്തലിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൃപയും പാപങ്ങളും യാചിക്കുകയും ചെയ്യാം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കമായി വ്യാപരിക്കുവാനുള്ള യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രധാനം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ
എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപാവരം നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, മനസ്സാക്ഷിയുടെ തത്വത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ദൈവത്തെ നമുക്ക് സമീപിക്കാം.
ഈശ്വരവും സ്നേഹമുള്ളവരെ, നമ്മുടെ അൽഫോൻസാമ്മയുടെ തിരുനാൾ നമ്മുടെ ജൂൺ 22-ാം തീയതിയാണ്. അതിനുള്ള നൊവേന നമ്മൾ ആരംഭിച്ചു. അപ്പോൾ തിരുനാളിന് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രസിദ്ധീകരണം. അപ്പോൾ തിരുനാൾ എത്രമാത്രം ആഘോഷമായിട്ട് നടക്കണോ അതിനുമാത്രമുള്ള പ്രസിദ്ധീകരണമാരെ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാലേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആഘോഷമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സന്നദ്ധരായിട്ട് നിങ്ങളിൽ സന്ദർശമുള്ളവർ തയ്യാറായിട്ട് മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും അതിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തിരുനാളുകൾക്കുമായിട്ടുള്ള നൊവേന നമ്മൾ ആരംഭിച്ചു. അപ്പോൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ നൊവേനയുടെ കാഴ്ചയൊക്കെ പങ്കെടുക്കാൻ സാധിക്കാത്തവരൊക്കെ ആയിരിക്കും. ഈ നൊവേന പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് ചൊല്ലാമെന്ന് വിചാരിച്ച് ചില പുസ്തകങ്ങളൊക്കെ മിസ്സിംഗ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അറിയാവുന്ന ഭാഗ്യമൊക്കെ കയറി പുസ്തകം കയ്യിൽ വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്ഷമിക്കാം. അപ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ കൊറോണ കൊണ്ടുവരുന്ന കൂടുതൽ 10-20 തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത്രയും സന്തോഷം. നമ്മളിന്ന് നൊവേന കഴിഞ്ഞിട്ടായിരിക്കും ബുക്കേഴ്സ് ഓഫീസിലുള്ളവർ നൊവേന കഴിഞ്ഞിട്ടായിരിക്കും ബുക്കേഴ്സ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അതുപോലെ കുർബാനയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ആഴ്ച പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് പിതാക്കന്മാരുടെ സമ്മേളനം നമ്മൾ ആരംഭിക്കുകയാണ്. 7-ാം തീയതി പതിനെട്ടുമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സഭയെ നയിക്കുന്നതിന് ശക്തനായ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനം കർദിനാൾ സംഘത്തിന്റെ ഇടയുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രത്യേകമായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് സമ്മേളനം സ്വീകരിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാരത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ ശ്രീഹായ ഈ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കി. ദുരിതത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകും പരിപാലനമേ ബലിവഴിയായി നാദന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയച്ചല്ലോ. വിശുദ്ധ ഞങ്ങളുടെ മാധ്യസ്ഥയായിരിക്കുന്നതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ സഹനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അനുഗ്രഹിക്കണം.
കൂടെ ഉണ്ടായിരിക്കും. ദീർഘായുസ്സ് നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ദേഷ്യത്തോടും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകരാഷ്ട്രങ്ങളെല്ലാം ശാന്തിയും സമാധാനത്തിലും ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ശാന്തി പുനരുദ്ധാരണ കുട്ടികളും യുവജനങ്ങളും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ പ്രാർത്ഥനകളും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥ വഴി ദൈവത്തിൽ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധനാകുന്ന പരിശുദ്ധിയിലേക്ക് ഞങ്ങളെ വിളിക്കുന്നു. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. യേശുനാഥ ഉത്തമ സാക്ഷികളായി ജീവിക്കാൻ വേണ്ട പരിശുദ്ധിയും ആത്മശക്തിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ലേശങ്ങളും ക്ഷമാപണവും നേരിടുവാനും പാപത്തിന്റെയും ലോകത്തിന്റെയും എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിമുക്തി പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങൾ മായ്ച്ചു നൽകുകയും ചെയ്യുമാറാകട്ടെ. മകനെയുമായി ഞങ്ങളെ സഹായിക്കുവാൻ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവുമായ പ്രത്യാശയും ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. വിശ്വാസത്തോടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ Are